Morning all. Fundamentals of investment security analysis ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് ആയ എക്കണോമിക് ഫാക്ടേഴ്സ്, ഇൻഡസ്ട്രി, അതുപോലെ തന്നെ കമ്പനി അനാലിസിസ് നമ്മൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തു. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസിൻ്റെ ടൂൾസും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെക്നിക്കൽ അനാലിസിസ്. ഓക്കെ, എന്താണ് ടെക്നിക്കൽ അനാലിസിസ്, അതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എന്താണ് ടെക്നിക്കൽ അനാലിസിസ്, അതിൻ്റെ അസംഷൻസ് കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, എന്താണ് ടെക്നിക്കൽ അനാലിസിസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്? സെക്യൂരിറ്റീസിൻ്റെ പാസ്റ്റിലുള്ള പ്രൈസ് മൂവ്മെൻറ്റിനെ മനസ്സിലാക്കിയിട്ട് ഫ്യൂച്ചറിൽ അതിൻ്റെ ആ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് പ്രിഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മൾ അടിസ്ഥാനമാക്കിയെടുക്കുന്നത്. പാസ്റ്റിൽ ഒരു സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു, ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഫ്യൂച്ചർക്ക് ആ ഒരു സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷന് ഒന്ന് നോക്കി. ഇറ്റ് ഈസ് എ സിസ്റ്റം ആൻഡ് സയന്റിഫിക് പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ഓർ predicting future price of a security through analysis and study based on past price movement. ഓക്കെ, പാസ്റ്റിലുള്ള ആ ഒരു പ്രൈസ് മൂവ്മെന്റ് ബേസ് ചെയ്തിട്ട് ആ ഒരു സെക്യൂരിറ്റീസിന്റെ ഫ്യൂച്ചറിലുള്ള പ്രൈസ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. പാസ്റ്റിൽ ഇപ്പോൾ എത്ര വിലക്ക് അല്ലെ ആ സെക്യൂരിറ്റി സെയിൽ ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നോക്കിയിട്ട് ഫ്യൂച്ചറിൽ അത് എത്ര രൂപക്ക് അല്ലെ അത് സെയിൽ ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, it is the method of forecasting the future price movement of the stock based on the examination of the past price movement of the stock. ഒരു സ്റ്റോക്കിന്റെ പാസ്റ്റ് പ്രൈസിലെ മൂവ്മെന്റ് നമ്മൾ വിശകലനം ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ആ ഒരു സെക്യൂരിറ്റീസിന്റെ ഫ്യൂച്ചറിലുള്ള പ്രൈസ് മൂവ്മെന്റ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ളത്. ഓക്കെ, പർച്ചേസ് ഈസ് റെക്കമെൻഡഡ് if the price trend is upward, sale is recommended if the price trend is downward. എന്താണ് ഇപ്പോൾ പർച്ചേസ് എപ്പോഴാണ് റെക്കമെൻഡ് ചെയ്യുക? നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഒരു അപ്വാർഡ് ട്രെൻഡാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ഡിസിഷന് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഈ ഒരു സെക്യൂരിറ്റീസിന്റെ വില അപ്വാർഡ് ട്രെൻഡാണ്, വില കൂടും എന്നുള്ളതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്യൂരിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, പർച്ചേസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. എന്നാലോ സെയിൽ ഈസ് റെക്കമെൻഡഡ് ഇഫ് ദ പ്രൈസ് ട്രെൻഡ് ഈസ് ഡൗൺവാർഡ്. ഓക്കെ, അത് ഡൗൺവാർഡ് ട്രെൻഡാണ് എന്നുണ്ടെങ്കിൽ, അത് ഡൗൺവാർഡ്ക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി അല്ലെ ഹോൾഡ് ചെയ്ത് വെച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അയാളോട് അത് സെയിൽ ചെയ്യാൻ വേണ്ടി പറയും. അല്ലാതെ സെക്യൂരിറ്റീസ് വാങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരാളോടാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് ഇപ്പോൾ വാങ്ങണ്ട എന്നുള്ളതാണ് നമ്മൾ പറയുക. ഓക്കെ, ഇനി ആ ഒരു പ്രൈസിന്റെ സെക്യൂരിറ്റീസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യണ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ഇനി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സെക്യൂരിറ്റീസിന്റെ പ്രൈസിന്റെ ഇൻക്രീസും അതുപോലെ തന്നെ ആ പ്രൈസ് ഡിക്രീസും എങ്ങനെ മാർക്കറ്റിൽ ഉണ്ടാവും, അത് കാര്യമായിട്ട് മാർക്കറ്റ് ഫോഴ്സ് കാരണമായിട്ടാണ് സെക്യൂരിറ്റീസിന്റെ വില കൂട്ടുന്നതും വില കുറയുന്നതും ഒക്കെ. ഓക്കെ, എന്താണ് ഈ മാർക്കറ്റ് ഫോഴ്സ് പറഞ്ഞാൽ? അത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഓക്കെ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഈ ഒരു മാർക്കറ്റ് ഫോഴ്സ് എന്നുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ സെക്യൂരിറ്റീസിന് ഭയങ്കര ഡിമാൻഡാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസത്തിന് നല്ല ഡിമാൻഡാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? അതിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ്, ഇനി ഇതാണ് എന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റീസിന് ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, മാർക്കറ്റിൽ ആ കമ്പനീൻ്റെ സെക്യൂരിറ്റീസ് വിൽക്കാൻ ഒരുപാട് ആളുണ്ടെങ്കിൽ, വാങ്ങാൻ ആളില്ലെങ്കിൽ അതിൻ്റെ വില എന്തുണ്ടാവും? കുറഞ്ഞു കൊടുക്കും. ഒരു ഡൗൺവാർഡ് ആയിരിക്കും അതുണ്ടാവും. ഓക്കെ, സോ
ഡിമാൻഡ് ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ അത് അപ്വാർഡ് ട്രെൻഡ്, അതിനെയാണ് നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കുറവാണ്, സെയിൽ ചെയ്യാൻ ഒരുപാട് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ സപ്ലൈ ഒരുപാടുണ്ട്, ഡിമാൻഡ് കുറവാണെന്നുണ്ടെങ്കിൽ അല്ലേ സെക്യൂരിറ്റീസിൻ്റെ വില ഇങ്ങനെ കുറയും. ആ വില കുറയുന്നതിന് ആ ഒരു ട്രെൻഡിനെ നമ്മളെന്ത് പറയുന്നത് ഡൗൺവാർഡ് അല്ലെങ്കിൽ ബിയറിഷ് മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, വില കൂടുന്ന ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ്, ആ കുറയുന്ന ടെൻഡൻസി എന്താണ് ബിയറിഷ് മാർക്കറ്റ്. മാർക്കറ്റ് ഇല്ല, ആ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ അത്. ഓക്കെ, ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റീസിന്റെ വില കൂടുന്നതിനും കുറയുന്നതിനും ഒക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അസംഷൻസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസിന്റെ അസംഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദി മാർക്കറ്റ് വാല്യൂ ഓഫ് എ സെക്യൂരിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഇന്ററാക്ഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എന്താണ് ആ സെക്യൂരിറ്റീസിന്റെ മാർക്കറ്റ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഒരു സെക്യൂരിറ്റീസിന്റെ ഡിമാൻഡും സപ്ലൈയും ആണ്. അപ്പോൾ ഡിമാൻഡിന്റെയും അതുപോലെ തന്നെ സപ്ലൈന്റെയും അനുസരിച്ചിട്ടാണ് സെക്യൂരിറ്റീസിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഡിമാൻഡ് കൂടിയാൽ സെക്യൂരിറ്റീസിന്റെ വാല്യൂ കൂടും, ഡിമാൻഡ് കുറഞ്ഞാൽ സെക്യൂരിറ്റീസിന്റെ വാല്യൂ കുറയും. അല്ലാതെ ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് അല്ല. ഓക്കെ, ഫണ്ടമെന്റൽ ഫാക്ടേഴ്സോ ബാലൻസ് ഷീറ്റോ അത്തരത്തിലുള്ള കാര്യങ്ങളും ഒന്നും അല്ല ഇതിൽ നോക്കുന്നത്. നമ്മളിവിടെ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമായിട്ട് പ്രൈസിന്റെ മൂവ്മെന്റാണ്. ഓക്കെ, വേറൊരു ഫാക്ടേഴ്സ് നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. പാസ്റ്റില് ആ ഒരു സെക്യൂരിറ്റീസിന്റെ പ്രൈസ് ഏതായിരുന്നു അതിനനുസരിച്ചിട്ട് നമ്മൾ സെക്യൂരിറ്റീസിന്റെ പ്രൈസ് മാത്രം ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാണ്. വേറെയുള്ള ഒരു കാര്യങ്ങളും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, സെക്യൂരിറ്റീസിന്റെ പ്രൈസിൽ പാസ്റ്റ് എങ്ങനെയായിരുന്നു അതിന്റെ ബേസിൽ നമ്മൾ ഫ്യൂച്ചറിൽ പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലാതെ ഫണ്ടമെന്റൽ ഫാക്ടേഴ്സോ ഒന്നും നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് അസംഷൻ പറയുന്നത് സെക്യൂരിറ്റീസിന്റെ വില ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ് ആ ഒരു സെക്യൂരിറ്റീസിന്റെ ഡിമാൻഡും സപ്ലൈയും ആണ്. ഓക്കെ, then second, demand and supply are affected by certain rational and irrational factors. എന്താണ് ആ ഒരു ഡിമാൻഡിനും സപ്ലൈനും റേഷണൽ ഫാക്ടേഴ്സ് അതുപോലെ തന്നെ ഇറാഷണൽ ഫാക്ടേഴ്സും ബാധിക്കുന്നുണ്ട്. ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ റേഷണൽ ഫാക്ടേഴ്സും ഇറാഷണൽ ഫാക്ടേഴ്സും ബാധിക്കുന്നുണ്ട്. റേഷണൽ ഫാക്ടേഴ്സ് മാത്രമല്ല ഇറാഷണൽ ഫാക്ടേഴ്സും ബാധിക്കുന്നുണ്ട്. റേഷണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്നുള്ളത് ഇല്ലേ, ഫിസിക്കൽ അതുപോലെ തന്നെ ലൊക്കേഷൻ, എൻവയോൺമെന്റ്, ഫൈനാൻഷ്യൽ പോലുള്ള ഫാക്ടേഴ്സ് ആണ്. ഇറാഷണൽ ഫാക്ടേഴ്സ് സൈക്കോളജിക്കൽ, ഇമോഷൻ, സോഷ്യലൈസേഷൻ പോലുള്ള ഫാക്ടേഴ്സ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് ഫാക്ടേഴ്സും ആ ഒരു സെക്യൂരിറ്റീസിന്റെ ഡിമാൻഡിന് സപ്ലൈനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദ പ്രൈസ് മൂവിങ് ട്രെൻഡ്. ഓക്കെ, പ്രൈസ് എല്ലാ സമയത്തും ഏതെങ്കിലും ഒരു ട്രെൻഡ് കാണിക്കും. ഓക്കെ, ഒരു ട്രെൻഡ് ഇല്ലാതെ പ്രൈസ് മൂവ് ചെയ്യില്ല. സെക്യൂരിറ്റീസിന്റെ പ്രൈസ് എപ്പോഴും എന്തുണ്ടാവും, ഏതെങ്കിലും ഒരു ട്രെൻഡ് ഉണ്ടാവും. ഒരു ട്രെൻഡ് ഇല്ലാതെ മൂവ് അല്ലെ ആ ഒരു മാർക്കറ്റ് മൂവ് ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പ്രൈസ് വിൽ മൂവ് ഇൻ സിഗ്സാഗ് ഡയറക്ഷൻ. പ്രൈസ് എന്തായിരിക്കും സിഗ്സാഗ് ഡയറക്ഷനിലായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുക. ഓക്കെ, ഒന്നെങ്കിൽ എന്താ ഏതെങ്കിലും പ്രൈസ് അങ്ങനെ ആയാലും ഏതെങ്കിലും ട്രെൻഡ് കാണിക്കും. ചിലപ്പോൾ അപ്വാർഡ് ട്രെൻഡ് ആയിരിക്കും, ചിലപ്പോൾ ഡൗൺവാർഡ് ട്രെൻഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഡയറക്ഷന് എന്താണ് ഒരു സിഗ്സാഗ് ഡയറക്ഷൻ ആണ് പ്രൈസ് മൂവ്മെന്റ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് സിഗ്സാഗ് ഡയറക്ഷൻ, ഒരു അപ്വാർഡ് ഡൗൺവാർഡ് എന്നുള്ള ഒരു ഡയറക്ഷൻ ആണ് എന്ത് സിഗ്സാഗ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പ്രൈസിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു പ്രൈസിന്റെ മൂവ്മെന്റ് ആണ് എന്ത് ട്രെൻഡ് എന്നുള്ളത്. അപ്പോൾ പ്രൈസ് മൂവ്മെന്റ് ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു അപ്വാർഡ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺവാർഡ് ട്രെൻഡ്, ഏതെങ്കിലും ഒരു ട്രെൻഡ് എന്തുണ്ടാവും എങ്ങനെ ആയാലും പ്രൈസിൽ ഉണ്ടാവും എന്നുള്ളതാണ് തേർഡ് അസംഷൻ. ദെൻ നെക്സ്റ്റ്, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. ഓക്കെ, ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ്സെൽഫ്. എന്താണ് ഹിസ്റ്ററി അതുപോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, കഴിഞ്ഞ ജൂണിൽ എങ്ങനെയാണോ അതെ ആ ജൂണിലുള്ള ആ സെക്യൂരിറ്റീസിന്റെ പ്രൈസ് തന്നെ ആയിരിക്കാം ഈ ഒരു ജൂണിൽ ഉണ്ടാവുക. ഓക്കെ, കഴിഞ്ഞ ജൂണിൽ പ്രൈസ് അല്ല, കഴിഞ്ഞ ജൂണിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്വാർഡ് ട്രെൻഡ് ആയിരുന്നു, അതേപോലെ തന്നെ ആയിരിക്കും ഈ ഒരു ജൂണിൽ ഉണ്ടാവുക. നമ്മൾ ആ പാസ്റ്റിന്റെ ബേസിൽ പ്രിഡിക്റ്റ് ചെയ്യാണ്. സോ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യും എന്നാണ് ഈ ഒരു അസംഷൻ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു തിയറിയിൽ അസ്യൂം ചെയ്യുന്നതാണ് ഹിസ്റ്ററി അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. കഴിഞ്ഞ ആ ഒരു സീസണിൽ ഏത് ട്രെൻഡായിരുന്നോ ഉണ്ടായിരുന്നത് ആ ട്രെൻഡ് തന്നെ ആയിരിക്കും എന്തുണ്ടാവുക ഇനിയുള്ള സീസണിലും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ
അസ്യൂം ചെയ്യാണ്, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ദി പ്രൈസ് ഡിസ്കൗണ്ട് എവറിത്തിങ്. ഓക്കെ, പ്രൈസ് ഡിസ്കൗണ്ട് എവറിത്തിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിലുള്ള എല്ലാ ഇൻഫ്ലുവൻസും അത് പ്രൈസിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. മാർക്കറ്റിലുള്ള എല്ലാ ഇൻഫ്ലുവൻസും, ഇപ്പം എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു അവസാനത്തെ തിയറി. ഇപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഇപ്പോൾ ഈ കൊറോണ ദാറ്റ് അല്ലേ, പ്രൈസ് ഡിസ്കൗണ്ട് അല്ലേ, കൊറോണ എന്ത് ചെയ്യും, പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യും. എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും, എല്ലാ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും അതെല്ലാം എന്ത് ചെയ്യും, പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യും. എന്ത് കാര്യങ്ങളും, ഇപ്പോൾ ഏത് കാര്യങ്ങളാവട്ടെ, ഇപ്പോൾ നമ്മളെ കൊറോണ രോഗം അത് ആദ്യമായിട്ട് തന്നെ ബാധിക്കുകയിലാണ് നമ്മളെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിലാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് എന്ത് കൊണ്ടുവന്ന കാര്യങ്ങൾ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യം റിഫ്ലക്റ്റ് ചെയ്യും. അത് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ആദ്യം റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.